എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഹാഫ് ഡേ വ്ളോഗാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കടലക്കറിയും ആപ്പും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് കടല കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തന്നെ കടല വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കടലയൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അധികം ഭംഗിയൊന്നും വരുത്തുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സമയമില്ല. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ അതിനായിട്ട് വേഗം പണികളൊക്കെ തീർക്കുകയാണ്. തലേ ദിവസം നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തുണികളൊക്കെ ഒന്ന് വിരിക്കുകയാണ് കേട്ടോ. രാവിലെ മാത്രമേ ഇവിടെ വെയിലുള്ളൂ. അപ്പോൾ ആ വെയിൽ പോകുന്നതിന് മുന്നേ തുണികളൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ രാവിലെ എഴുന്നേറ്റതും തുണികളൊക്കെ വിരിക്കണം. ഒരു 11 മണി വരെയൊക്കെ വെയിലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കുകയാണ്. എന്നിട്ട് വേണം കുളിച്ച് റെഡിയായി എനിക്ക് അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ കടലയൊക്കെ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കടല എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ആ ഗ്രേവി തിക്കാകാനായിട്ടൊന്ന് അരച്ച് ചേർക്കും കേട്ടോ. അത് നിങ്ങൾ പലരും ചെയ്യാറുണ്ടായിരിക്കും, എന്നാലും ചെയ്യാത്തവർ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ പിന്നെ നമ്മൾ ഒരുപാട് ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കാതെ വേഗം പണി എളുപ്പമാക്കാനുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഈ കടല കുറച്ചെടുത്ത് ഇങ്ങനെ അരച്ച് അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും നേരം കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ പടപടയെന്ന് അതൊക്കെ ചെയ്യാണ്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ആപ്പം ഉണ്ടാക്കുക എന്നുള്ള പണിയാണ്. അപ്പം ഇന്നലെ തന്നെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ സെറ്റായിരിപ്പുണ്ട് രാവിലെ തന്നെ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എൻ്റെ പുതിയ ആപ്പക്കല്ലിൽ തന്നെ ആപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് അത് വെക്കുന്നുണ്ട്. ഹോക്കിൻസിൻ്റെ ആണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ചെറിയൊരു ആപ്പക്കല്ലാണ്. ഒരുപാട് വലിയ ആപ്പമല്ല, ഇങ്ങനെ പരന്നുകൊണ്ടുള്ള ആപ്പമാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കുഴി കുറവാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഹാൻഡിൽ വന്നിട്ട് നല്ല എന്താ പറയുക കംഫർട്ടാണ്. ചൂട് ഒട്ടും കയ്യിൽ തട്ടാത്ത രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ലിഡ് വന്നിട്ട് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനിത് ന്യൂ ഇയറിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ സൈഡിൽ കൂടെ കുറച്ച് കടലക്കറിയിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ തന്നെ നമ്മുടെ ആപ്പവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തു. അങ്ങനെ നമ്മുടെ അപ്പങ്ങളൊക്കെ ഞാൻ ചടപടാന്ന് റെഡിയാക്കി. അപ്പോൾ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അതേപോലെ പെട്ടെന്ന് ഒറ്റയ്ക്ക് എല്ലാ അപ്പങ്ങളും ചുട്ടെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻകുട്ടി റെഡിയായി വന്നു. അവന് ഞാൻ കടലക്കറി ആപ്പൊക്കെ കൊടുത്തു. അവന് ഇഷ്ടമായി. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അരി കഴുകി വേഗം വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഈ കുനുകുനാന്ന് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, 2 മണിയായി. അതായത് ഞങ്ങൾ ആ വഴിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി സമയം ലേറ്റായി കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് എൻ്റെ എല്ലാ കഴിവും അങ്ങോട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റിയില്ല. വേഗം ചിക്കൻ കറി വെക്കേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ കഴുകി റെഡിയാക്കി അതിലേക്ക് കുറച്ച് കൈ കിട്ടിയ പൊടിയൊക്കെ എടുത്തിട്ടു. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, എന്തൊക്കെയോ പൊടിയൊക്കെ എടുത്തു, ഗരം മസാലയൊക്കെ ഇട്ടു, കുരുമുളക്, എന്തൊക്കെയോ പൊടി പറഞ്ഞാൽ ഇതിനാവശ്യമുള്ള പൊടികളാട്ടോ. അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാൻ ഉള്ള സമയം കിട്ടാത്തത് കൊണ്ട് നേരെ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ആമാടപ്പെട്ടിയൊക്കെ തുറക്കുന്നത് പോലെ ഞാൻ എൻ്റെ സ്പൈസസിൻ്റെ പെട്ടി തുറന്നു ഗൈസ്. അതിനകത്തുനിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ സകലമാന സാധനങ്ങളും അതിലേക്ക് ഇട്ട് വേഗം അടച്ചു വെക്കാനുള്ള വ്യഗ്രതയിൽ ഞാൻ വെള്ളം ഒഴിച്ചടച്ചു ഗൈസ്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതായത് പാത്രം വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, സ്പൈസസ് ഇടുന്നു, ഉള്ളി ഇടുന്നു, ഇളക്കുന്നു, പൊടികൾ ഇടുന്നു, ഇളക്കുന്നു, തക്കാളി ഇടുന്നു, ഇളക്കുന്നു, ചിക്കൻ ഇടുന്നു, ഇളക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, വേവിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ചിക്കൻ കറി ആയി. ഞങ്ങൾ ചോറുണ്ടു. കുറച്ച് ലിവർ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വേറെ ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി പുറത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു വൈകുന്നേരം.